ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് പോവാണ് കേട്ടോ, കുട്ടികളെ കാണാൻ വേണ്ടി. അപ്പോൾ ബസ്സിന് വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ബസ് എത്തി. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബാംഗ്ലൂരിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഈ ട്രാഫിക് ജാം ആണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പും കൂടി എടുത്തത്. ആക്ച്വലി നമ്മൾ DV ബസ്സിലാണ് പോയത്. ഇത് റെഡ് ബസ്സിലാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ കഴിക്കാൻ നിർത്തിയേക്കുമായിരുന്നു. കഴിച്ച് നമ്മൾ കയറി. പിന്നെ രാത്രി നല്ലൊരു ഉറക്കം ഇറങ്ങി. സ്ലീപ്പർ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ എണീക്കുമ്പോൾ ഓൾറെഡി നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റെഡ് ബസ്സിൻ്റെ ആപ്പിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് 6:15 ആയിരുന്നു റീച്ചിങ് ടൈം. പക്ഷേ 8:30 ആയിട്ടും ഞാൻ നാട്ടിൽ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ സ്പോട്ടിൽ എത്താൻ ലേറ്റായി. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം മെയിൻ പരിപാടി എന്തൊക്കെ അവർക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കലാണ്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു കുറച്ച് ഡ്രസ്സും അതുപോലെ കുറച്ച് കളിപ്പാട്ടങ്ങൾ. ഞാൻ എപ്പോൾ വീഡിയോ കോൾ ചെയ്താലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് കളിക്കുന്ന ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതാണ് ഒരു ഡോക്ടേഴ്സിൻ്റെ എക്യുപ്മെൻറ്റ് കിറ്റ് ഞാൻ വാങ്ങിച്ചത്. അതാവുമ്പോൾ അവർക്ക് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ. നമ്മൾ വൈകുന്നേരമായപ്പോൾ പിള്ളേരെ കൊണ്ടൊന്ന് നടക്കാൻ ഇറങ്ങിട്ടോ. ഇത് മാവേലിക്കരയിലാണ്. അപ്പോൾ ഇവിടെ അടുത്ത് നമ്മൾ ഇങ്ങനെ പാടമൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വന്നേക്കുവാണ്. അവിടെ വഞ്ചിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും. പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇങ്ങനെ വെള്ളമൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വന്നേക്കുവാണ്. എനിക്ക് വേണ്ടി ഭയങ്കര ക്ഷമയോടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്ന ഇച്ചാനാണ്. ക്യാമറയുടെ മുന്നിൽ റെയറായിട്ടേ വരാറുള്ളൂ. അങ്ങനെ ഇച്ചാൻ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഗായ്സ്. മീനുണ്ടോന്നൊക്കെ നോക്കുവാണ്ടോ പിള്ളേര്. ഇവർക്ക് അങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സൺ പോയി മൂന്ന് വന്നോ? ഞാൻ എപ്പോൾ നാട്ടിൽ വന്നാലും പിന്നുള്ള പരിപാടി നമ്മുടെ കുട്ടന്മാരെ മുടി വെട്ടിക്കാൻ കൊണ്ടുവരലാട്ടോ. 2 പേര് വേണം, എന്നാലേ മുടി വെട്ടിക്കുന്നത് നടക്കുള്ളൂ. ട്വിൻസ് ആണല്ലോ. അപ്പോൾ ഒരാളെ ഞാൻ പിടിക്കുമ്പോഴായിരിക്കും അടുത്താളെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നിച്ചേ. അപ്പോൾ നമ്മൾ ജനങ്ങളിൽ വന്നേക്കാണ്. മാവേലിക്കര തന്നെ ആണ്ടത്. അങ്ങനെ ആദ്യത്തെ ആൾ കയറി. ഇവർക്ക് ഭയങ്കര പേടിയാണ് മുടി വെട്ടാൻ. ആദ്യം കുറച്ച് കരച്ചിലൊക്കെ കരഞ്ഞിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ജിസ്സാണ് മുടി വെട്ടാനിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കയ്യിൽ മുടിയൊക്കെ കളയാനൊരു സാധനമൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയേക്കുവാണ്. ഭയങ്കര പേടിയാണ് ട്രിമ്മർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കരച്ചിലൊന്നും ഞാനിതിൽ ക്യാപ്ചർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ടൈം ഞാൻ ജോനെ കൊണ്ട് പുറത്തോട്ട് പോന്നു. കാരണം ജോയ്ക്ക് ജിസ്സിനെ മുടി വെട്ടുന്ന പറഞ്ഞിട്ട് ഭയങ്കര പേടിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ആളെയും കൊണ്ട് പുറത്തു പോയി. പിന്നെ അടുത്ത് ജോ കയറി മുടി വെട്ടാൻ. പിച്ചാൻ ഇരുത്തി മടിയിലൊക്കെ വെച്ചിട്ടാണ് ജോനെ മുടി വെട്ടിക്കുന്നത്. ജോ ഭയങ്കര ബഹളമായിരുന്നു മുടി വെട്ടുന്ന നേരത്ത്. ജിസ്സിന് അത്രയും പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ജോ ഭയങ്കര ബഹളവും ഒച്ചപ്പാടായിരുന്നു. അങ്ങനെ നാട്ടിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് 2 ദിവസത്തെ ലീവ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതും കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറി ഗൈസ്. ആൽഡ്രിൻ എന്ന് പറഞ്ഞൊരു ബസ്സാണ് തിരിച്ച് ബുക്ക് ചെയ്തത്. അത് റെഡ് ബസ്സിൽ തന്നെയാണ് ബുക്ക് ചെയ്തത്. ഷാർപ്പ് ടൈമിൽ അവർ പിക്കപ്പിന് വന്നായിരുന്നു. തിരിച്ചു പോകുമ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മിസ് ചെയ്യും, ഇച്ചാനെ മിസ് ചെയ്യും. വീണ്ടും ഇനി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുള്ളൂ. പോയല്ലേ പറ്റൂ. അങ്ങനെ എനിക്ക് ബസ്സിൽ കിട്ടിയതാണ് ഈ സ്നാക്സൊക്കെ. കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തന്നതാണ്. പോകുന്ന വഴിക്കൊരു ഉത്സവം ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ക്യാപ്ചർ ചെയ്തതാണ്. ഗ്ലാസ് നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് എനിക്കതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഈ ബസ് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ആയിരുന്നു ഉള്ളിലെല്ലാം.
എനിക്ക് ഇവരുടെ സീറ്റിംഗ് എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. കണ്ടോ, ഇതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഉള്ളിൽ ഇങ്ങനെയാണ് വ്യൂ. കൊടുത്ത റേറ്റിന് വർത്താണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഷാർപ്പ് ടൈമിൽ ഞാൻ മടിവാളലെത്തി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.